ആദ്യം അവർക്ക് വേണ്ടത് ഹിജാബാണ്. പിന്നീടത് നിസ്കാര മുറിയായി മാറും. തങ്ങളുടെ ആരാധനയ്ക്ക് പോകാൻ യാത്രാ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം ആരാധനാലയം പോലും സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ആവശ്യപ്പെട്ടേക്കാം. ഇതെല്ലാം ആവശ്യപ്പെടുന്നത് ക്രൈസ്തവ ഹൈന്ദവ മാനേജ്മെന്റുകൾ ഭരിക്കുന്ന സ്കൂളുകളിൽ മാത്രമായിരിക്കും. പണ്ടത്തെ നിയമമായിരുന്നെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ സ്കൂളുകളും കോളേജുകളും വഖഫ് പ്രോപ്പർട്ടി കൂടി ആയേനെ. നിങ്ങൾ നെറ്റിച്ചുളിക്കേണ്ട. ഇതാണ് ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് മൂവാറ്റുപുഴയിൽ അവരുടെ ആവശ്യം നിസ്കാരമുറിയായിരുന്നു. ഇപ്പോൾ അത് ഹിജാബായി മാറി. കേരളത്തിൽ നല്ല രീതിയിൽ പോകുന്ന ക്രൈസ്തവ സ്കൂളുകളിൽ മതത്തിന്റെ വർഗീയത കുട്ടികളെ ഉപയോഗിച്ച് അതിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു പൗരന്റെ മൗലികമായ മതാചാര സ്വാതന്ത്ര്യമെന്ന വാദമുയർത്തി ചില തീവ്ര മുസ്ലിം സംഘടനകൾ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം പ്രവൃത്തികളെ കേരളം ഭയത്തോടെ കാണണം. കൊച്ചിയിലെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ അരങ്ങേറുന്ന ഹിജാബ് എന്ന കപട നാടകം കേരളീയ സ്കൂൾ ക്യാമ്പസുകൾക്ക് മേലുള്ള ഒരു വർഗീയ അധിനിവേശമാണ്. ഇത് കേവലം ഒരു വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നെഞ്ചിലേറ്റുന്ന മതേതരത്തിന്റെയും അച്ചടക്കത്തിന്റെയും അടിത്തറ ഇളക്കാനുള്ള ഹീനമായ ശ്രമമാണ്. ഈ നീക്കത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന തീവ്ര നിലപാടുള്ള സംഘടനകളെ സത്യസന്ധമായി തുറന്നു കാട്ടേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഒരു സ്ഥാപനത്തിന്റെ ആത്മാവും അസ്തിത്വവും അതിന്റെ നിയമങ്ങളാണ്. യൂണിഫോം എന്നത് സമ്പന്നനെയും ദരിദ്രനെയും ഒരുപോലെ കാണുന്ന വിദ്യാർത്ഥികളെ അവരുടെ മതചിഹ്നങ്ങളിൽ നിന്ന് വേർതിരിച്ച് അറിവിന്റെ ലോകത്തേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന തുല്യതയുടെ മഹത്തായ പ്രതീകമാണ്. കേരളത്തിൽ ആദ്യമായി സ്കൂൾ ആരംഭിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണ്. അന്നു മുതൽ ഇന്ന് വരെ ക്രൈസ്തവ സ്കൂളിൽ പഠിച്ചിറങ്ങിയ വിവിധ മതത്തിലെ ഒരു കുട്ടി പോലും സ്വന്തം മതത്തെ എതിർത്ത് ക്രൈസ്തവ മതത്തിൽ ചേർന്നിട്ടില്ല. അങ്ങനെ ചേർന്നെങ്കിൽ ഇന്ന് ഭാരതം ഒരു ക്രൈസ്തവ രാജ്യമായി മാറിയേനെ. അതാണ് ക്രൈസ്തവർ നൽകുന്ന വിദ്യാഭ്യാസം. സ്വന്തം രാജ്യത്തെയും സ്വന്തം മതത്തെയും തള്ളിപ്പറയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസവും ഒരറിവും ക്രൈസ്തവ സന്യാസിനിമാർ ഉൾപ്പെടെയുള്ള ഒരു അധ്യാപകരും നൽകുന്നില്ല എന്നതാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഈ രാജ്യത്തോട് കാണിച്ച നീതി. എന്നാൽ ഇന്ന് സ്വന്തം രാജ്യത്തേക്കാൾ വലുതായി മതത്തെ കാണുന്ന ചില വർഗീയ മതസംഘടനകൾ കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ വർഗീയ വിഷം കുത്തിവെച്ച് ക്യാമ്പസുകളെ കലാപഭൂമിയാക്കി മാറ്റി രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള നീചമായ തന്ത്രം മെനയുകയാണ്. പള്ളുരുത്തിയിലെ ഈ സ്കൂളിൽ വർഷങ്ങളായി മുസ്ലിം സമുദായത്തിൽപ്പെട്ട നൂറുകണക്കിന് വിദ്യാർത്ഥിനികൾ യാതൊരു തടസ്സവും കൂടാതെ പഠിക്കുന്നുണ്ട്. അവരെല്ലാം യൂണിഫോം കൃത്യമായി പാലിക്കുകയും ഹിജാബ് ധരിക്കാതെ ക്ലാസുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഒറ്റപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് മാത്രം ഇളവ് അനുവദിക്കുന്നത് സ്ഥാപനത്തിന്റെ അച്ചടക്കത്തെയും തുല്യതയെയും തകർക്കും എന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാട് തികച്ചും ന്യായമാണ്. കൂടാതെ ഈ വിവാദം ഉയർത്തിയ കുട്ടിയും ഇത്രയും നാൾ ഹിജാബ് ഇല്ലാതെ സ്കൂളിൽ വന്നിരുന്നു എന്നും ഒരു ദിവസം കൊണ്ട് ഹിജാബ് എങ്ങനെയാണ് ഈ കുട്ടിക്ക് മതപരമായി അത്യാവശ്യമായി മാറിയതെന്നും നമ്മൾ ചിന്തിക്കണം. എല്ലാവർക്കും ഒരേ നിയമം എന്നതാണ് ഒരു മതേതര വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അടിസ്ഥാന തത്വം. ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിപരമായ ആവശ്യം എന്നതിനപ്പുറം ഈ വിഷയത്തിൽ ചില സംഘടനകളുടെ ഇടപെടൽ ആശങ്കാജനകമാണ്. സമാധാനം നിലനിന്നിരുന്ന ഒരു വിദ്യാഭ്യാസ ക്യാമ്പസിൽ സംഘർഷം സൃഷ്ടിക്കാനും സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്താനും രക്ഷിതാക്കളെ തെറ്റിദ്ധരിപ്പിക്കാനും ഈ സംഘടനകൾ ശ്രമിച്ചു. ഇത്തരം സംഘടനകളുടെ ലക്ഷ്യം കുട്ടികളുടെ വിദ്യാഭ്യാസമോ മതസ്വാതന്ത്ര്യമോ അല്ല, മറിച്ച് കേരളത്തിന്റെ മതേതര അന്തരീക്ഷത്തിൽ വർഗീയ വിത്തുകൾ പാകി രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നതാണ്. സ്ഥാപനത്തിന്റെ മതേതര സ്വഭാവം തകർക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നു എന്ന് സ്കൂൾ മാനേജ്മെന്റ് ആരോപിച്ചതിന് പിന്നിൽ ശക്തമായ കാരണങ്ങളുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രക്ഷിതാക്കളും സ്ഥാപനവും തമ്മിലാണ്. മൂന്നാമതൊരു രാഷ്ട്രീയ കക്ഷിക്കും, പ്രത്യേകിച്ച് വർഗീയ സംഘടന ഇതിൽ മുന്നോട്ട് വന്നതിൽ ഗൂഢലക്ഷ്യം കേരളം തിരിച്ചറിയണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു കുട്ടിയെ രൂപപ്പെടുത്തുന്നത് രാഷ്ട്രചിന്തയിലും ബഹുസ്വരതയുടെയും പാതയിലാണ്. ഇതിൽ മൂന്നാംകിട രാഷ്ട്രീയ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. രക്ഷാകർതൃ സ്ഥാപന ഉടമ്പടിക്ക് പുറത്തുനിന്ന് വർഗീയതയുടെ മറവിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനെ ശക്തമായി ചെറുക്കണം. വിദ്യാഭ്യാസത്തിന്റെ പുണ്യഭൂമിയിൽ വർഗീയതയുടെ കാൽപ്പാടുകൾ പതിയാതിരിക്കാൻ മാനേജ്മെന്റിന്റെ അച്ചടക്കപരമായ നിലപാടിനൊപ്പം ശക്തമായി നിലകൊള്ളേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. വർഗീയ സംഘടനകളുടെ ഈ അധിനിവേശ ശ്രമത്തെ തടഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ ഓരോ ക്യാമ്പസും നാളെ ഇത്തരം ആപൽക്കരമായ വെല്ലുവിളികൾക്ക്
സാക്ഷ്യം വഹിക്കേണ്ടി വരും. നമ്മുടെ കലാലയങ്ങൾ അച്ചടക്കത്തിന്റെ കോട്ടകളായി നിലനിൽക്കണം. വർഗീയ രാഷ്ട്രീയത്തിന്റെ വിളനിലങ്ങളാകരുത്. വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്യാമ്പസിന്റെ അടിസ്ഥാന നിയമങ്ങളെ അട്ടിമറിക്കാൻ ചില തൽപര കക്ഷികൾ നടത്തിയ ശ്രമങ്ങളെ ധീരതയോടെ നേരിട്ട സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാട് ഇന്ന് മറ്റു സ്ഥാപനങ്ങൾക്ക് ഒരു മാതൃകയാണ്. ഈ സ്കൂൾ ഭരണസമിതി ഉയർത്തിപ്പിടിച്ചത് നിഷ്പക്ഷവും മതേതരവുമായ വിദ്യാഭ്യാസം എന്ന മഹത്തായ തത്വമാണ്. പ്രശ്നം സങ്കീർണമായപ്പോൾ വൈകാരികതയുടെ ഒഴുക്കിൽപ്പെട്ട് നിയമങ്ങൾ മാറ്റി എഴുതാൻ മാനേജ്മെന്റ് തയ്യാറായില്ല. ഈ ദൃഢനിശ്ചയം അഭിനന്ദാർഹമാണ്. മതേതര കേരളത്തിന്റെ ഭാവി നിർമ്മിക്കേണ്ടത് വർഗീയ മുദ്രാവാക്യങ്ങളല്ല, മറിച്ച് ഉയർന്ന അക്കാദമിക് നിലവാരവും അചഞ്ചലമായ അച്ചടക്കവും കൊണ്ടാണ്. ആ പാതയിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറായ ഈ സ്ഥാപനം സംസ്ഥാനത്തിന് അഭിമാനമാണ്. ഒപ്പം നമ്മുടെ കലാലയങ്ങൾ മതവർഗീയതയുടെ കേന്ദ്രമാക്കാൻ ഒന്നും അറിയാത്ത കുട്ടികളെ ഉപയോഗിച്ചുള്ള ഈ വിവാദത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മൂന്നാംകിട രാഷ്ട്രീയ മത സംഘടനകളെ നമ്മൾ ഒറ്റപ്പെടുത്തണം, നല്ലൊരു നാളേക്കായി.